ഹലോ മക്കളെ, പ്ലസ് വൺ മാത്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ കാണുന്ന ചാപ്റ്റർ ബോർഡ് എക്സാമിന് 9 മാർക്കിനാണ്. 1ഉം 2ഉമല്ല, 9 മാർക്ക്. ഏറ്റവും അധികം മാർക്ക് വരുന്ന ചാപ്റ്ററിന്റെ പേര് ഏത്? ചാപ്റ്ററിന്റെ പേര് ഒറ്റൊന്നുമല്ല, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇതിനകത്ത് ഒരു 6 മാർക്കും ഉണ്ടാകും, ഒരു 3 മാർക്കും ഉണ്ടാകും. 6 മാർക്കിന്റെ ഭാഗം പൊതുവെ ചോദിക്കാറ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട് എന്നാണ്. അപ്പോൾ ലിമിറ്റ്സ് ഒരു ടോപ്പിക്കാണ്, ഡെറിവേറ്റീവ്സ് സെക്കൻഡ് ടോപ്പിക്കാണ്. സോ ഡെറിവേറ്റീവ് എന്നാണ് നമുക്ക് പൊതുവേ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറ്. ഈ കാണുന്ന 6 മാർക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡെറിവേറ്റീവ്സ് നമ്മൾ കംപ്ലീറ്റ് ഡീൽ ചെയ്യും. ഈ കാണുന്ന ചോദ്യങ്ങളും ഈ കാണുന്ന കോൺസെപ്റ്റുകളും എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കണം. നമ്മൾ ഓരോ കാര്യവും ഫ്രം ദി സ്ക്രാച്ച് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേവലം ഈ ഒരു ഫോർമുല മാത്രമാണ്. ഈ ചാപ്റ്ററിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോർമുല കണ്ടോ. പക്ഷേ എങ്ങനെ ഈ ഫോർമുല വന്നു അറിയോ? അതിന് എന്താണ് ഡെറിവേറ്റീവ്? ബേസിക്കലി ഒരു ഐഡിയ വെച്ച് പഠിക്കണം. കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് ഇതിന്റെ പ്രോബ്ലം പഠിക്കും. ഇതിന്റെ ഫോർമുലാസ്, ഒരുപാട് ഫോർമുലാസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്ന എല്ലാ ഫോർമുലാസും നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഈ കാണുന്ന ഫോർമുല പഠിക്കാനുള്ള ട്രിക്കുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അതുകൊണ്ട് ട്രിക്ക് ഈ വീഡിയോയിൽ ഉണ്ടാകും, കോൺസെപ്റ്റ് ഉണ്ടാകും, ബോർഡ് എക്സാമിന് ചോദിക്കുന്ന കിഡിലോസ്കി ചോദ്യങ്ങൾ ഉണ്ടാകും. അത് മാത്രമല്ല, ഇവനൊക്കെ തന്നെ നമ്മുടെ എക്സാമിന് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളാണെന്ന് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. അതിലൊക്കെ ഉപരി മിസ്ലേനിയസിലെ ഗംഭീരമായിട്ട് നിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ NCERT ബുക്കിലെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുന്നു, പ്രീവിയസ് ഇയർ ബോർഡ് എക്സാമിന് ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, എല്ലാ കോൺസെപ്റ്റും പഠിക്കുന്നു, ട്രിക്കുകൾ പഠിക്കുന്നു. അതാണ് മക്കളെ നിങ്ങൾക്ക് ഈ കാണുന്നൊരു ഷോർട്ട് വീഡിയോ നമ്മൾ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന വീഡിയോ എല്ലാവരും ഫ്രം ദി സ്റ്റാർട്ടിങ് ടിൽ ലാസ്റ്റ് നിർബന്ധമായിട്ടും കാണുക. ഡെറിവേറ്റീവ്സ് കംപ്ലീറ്റ് മനസ്സിലാക്കാം. നേരെ പോകുന്നു ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡെറിവേറ്റീവ്? എന്താണ് ഇതിൻ്റെ മീനിങ്? നമുക്ക് പ്ലസ് വൺ മാത്സിലെ ഒരു ചാപ്റ്റർ സ്ട്രേറ്റ് ലൈൻസ് അറിയാമായിരിക്കും. ആ സ്ട്രേറ്റ് ലൈൻസിലേക്ക് ഒരു യാത്ര പോവാം. ഞാൻ ഇത് എക്സ് ആക്സും വൈ എക്സും വരച്ചു, ഒരു കർവ് വരച്ചു, ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവ് വരച്ചു. ഇതാണ് എൻ്റെ എഫ് ഓഫ് എക്സ് കർവ്. എന്തോ ആവാട്ടോ, ഞാൻ ചുമ്മാ ഒരു യു ഷേപ്പ് വരച്ചു കേട്ടോ. ഒരു പോയിന്റ് ഇവിടെ എടുത്തു, ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ്. ഈ കറസ്പോണ്ടിങ്ങിലി എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇമേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ വരച്ചു, ഇവിടെയാണെന്ത് അതിൻ്റെ ഇമേജ് വരാം. ആൻഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആയിരിക്കും വൈ ആക്സിസിൽ. സോ എക്സ് ആക്സിൽ എ എടുത്തു കഴിഞ്ഞാൽ വൈ ആക്സിൽ നോക്കിയ മക്കളെ എഫ് ഓഫ് എ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റ് ഉണ്ടോ നിങ്ങൾ, ഈ പോയിന്റ് ആരാണെന്നാണ് ചോദ്യം. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് മറ്റാരുമല്ല, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നെ എ, അതിൻ്റെ വൈ കോർഡിനേറ്റ് മറ്റാരുമല്ല എഫ് ഓഫ് എ. സോ ബേസിക്കലി ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എ കോമ എഫ് ഓഫ് എ ആണെന്ന് എല്ലാവർക്കും ഒരു ധാരണ ആദ്യമായിട്ട് ഉണ്ടാകണം. ഒരു പോയിന്റ് മാത്രം പോരാ, ഞാൻ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ എടുത്തു. കുറച്ച് നീക്കിയെടുക്കാൻ വേണമെങ്കിൽ രസകരമായിട്ടുണ്ട്. നീക്കി വരച്ചു. സെക്കൻഡ് പോയിന്റ് ഇവിടെ എടുത്തു. ഈ പോയിന്റ് എ അല്ല, ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഞാൻ എച്ച് ഡിസ്റ്റൻസ് മാറിയാണ് ഈ പോയിന്റ് എടുക്കുന്നത്. എച്ച് ഡിസ്റ്റൻസ് മാറി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ആരായിരിക്കും? നമുക്കറിയാം, എയിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റ് ഏതായിരിക്കും? സംശയമുള്ളവരുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ നമ്പർ ലൈൻ കോൺസെപ്റ്റ് പറയാം. ഇതാണ് 2 എന്ന് പറഞ്ഞ പോയിന്റ്. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് 4 യൂണിറ്റ്സ് മാറി വേറെ പോയിന്റ് വേണം, ഇവിടെ പോയിന്റ് വേണം. എത്ര ഡിസ്റ്റൻസാ? 4 ഡിസ്റ്റൻസ് മാറി. എന്ത് ചെയ്യും? 2നോടൊപ്പം നിങ്ങൾ ഈ 4 ആഡ് ചെയ്യും. ഈ പോയിന്റ് 6 ആണെന്ന് എല്ലാവർക്കും അറിയാം. 2വിൽ നിന്ന് 4 ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് എടുക്കാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 6. എന്താ ചെയ്തേ? 2നോടൊപ്പം ഡിസ്റ്റൻസ് 4 ഡിസ്റ്റൻസ് ആഡ് ചെയ്തു, യു വിൽ ഗെറ്റ് 6. ഈ കാണുന്ന സെയിം ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഈ കാണുന്ന എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് വേണം. അതായത് എയിലൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എക്ക് നമ്മൾ ഒരു എച്ച് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആഡ് ചെയ്യാം. സോ എ പ്ലസ് എച്ച്. സോ ഈ പോയിന്റ് എച്ച് ഡിസ്റ്റൻസ് മാറിയുള്ള പോയിന്റ് എല്ലാവരും ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ പ്ലസ് എച്ച്. ഈ കിടക്കുന്ന എ പ്ലസ് എച്ചിന്റെ ഇമേജ് ഹോപ്പ് യു ഓൾ നോ. വൈ ആക്സിൽ ഇങ്ങനെ വരും ഈ പോയിന്റ്. അത് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്.
സോ എ പ്ലസ് എച്ചിന്റെ ഇമേജ് മറ്റാരുമല്ല, അത് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ്, മീറ്റിംഗ് പോയിന്റ്, അതാരായിരിക്കും? എക്സ് കോർഡിനേറ്റ് എ പ്ലസ് എച്ച്, വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ പ്ലസ് എച്ച്. കുറച്ച് ഗ്യാപ്പ് കുറവാണല്ലേ, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കൈയക്ഷരം ഗംഭീരമായതുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ അവിടെ വ്യക്തമായിട്ടറിയാം. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കമൻറ്റാണ് അവിടെ മനുഷ്യ തൻ്റെ കൈയക്ഷരം ഉണ്ടല്ലോ എന്ന്. എഫ് ഓഫ് എ പ്ലസ് എച്ച് കോമ എ പ്ലസ് എച്ച് കോമ എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് കിട്ടി. ഞാൻ തൽക്കാലത്തേക്ക് ഈ കാണുന്ന ഇമേജിൽ ലഭിക്കാൻ വേണ്ടി വരയ്ക്കുന്ന ഈ ലൈൻസ് എല്ലാം മാച്ചു കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം വരച്ചാണ്. ഞാൻ എല്ലാം മാച്ചുള്ളൂ. ഈ രണ്ട് പോയിന്റ്സുകൾ നമ്മൾ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുമ്പോൾ നിൽക്കുന്നതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താണ്? ഓർമ്മ വന്നാ? സ്ലോപ്പ് എം ആണ് സ്ലോപ്പ്. എം എന്ന് പറയുന്നത് ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ്, അതായത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞത്. സോ y2 എന്ന് പറയുന്നത് സെക്കൻഡ് കോർഡിനേറ്റ്, സെക്കൻഡ് എഫ് ഓഫ് എ പ്ലസ് എച്ച്, അതാണ് y2. y1 എഫ് ഓഫ് എ. സോ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം, ഇവനാണ് x1 y1, ഇവനാണ് x2 y2. ഇങ്ങനെ നിർബന്ധമായിട്ടും എഴുതണം. അപ്പോൾ y2 മൈനസ് y1 മീൻസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ. എല്ലാവരും എഴുതും കേട്ടോ. ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 മീൻസ് എക്സ് കോർഡിനേറ്റ്സിൻ ഡിഫറൻസ് ഇവനാണ് നമ്മുടെ പ്രിയപ്പെട്ട x2, ഇവനാണ് x1. സോ എ പ്ലസ് എച്ച് x2 മൈനസ് x1. ഇതാ മക്കളെ എയും മൈനസ് എയും ക്യാൻസൽ ആയിപ്പോയി. വിച്ച് ഇംപ്ലൈസ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടി. എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. എല്ലാവർക്കും ഇവിടെ വ്യക്തമായിട്ട് ഈ കാണുന്ന ഫോർമുല ഇപ്പോൾ മനസ്സിലായി. അതാരാ? അത് സ്ലോപ്പാണ്. ഏത് ലൈൻ്റെ? ഈ രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ്റെ. ബേസിക്കലി ഒരു കർവിലെ നമ്മൾ രണ്ട് പോയിന്റ് എടുത്തു. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീക്കൻഡ്. സോ ഈ കാണുന്ന സീക്കൻഡിൻ്റെ സ്ലോപ്പാണ് നമ്മൾക്കിത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജോമെട്രിക്കലി. ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം കണ്ടോ? ഈ ഡിസ്റ്റൻസ് വിട്ട് കുറച്ചു, ഇവിടെ എത്തിച്ചു, ഇതിലേക്ക് വന്നു. ഓക്കെ, ജോയിൻ ചെയ്തു. വീണ്ടും ഞാൻ കുറച്ചു, എച്ച് ഇതിലേക്ക് വെച്ചു. വീണ്ടും എച്ച് കുറച്ച് ഇവിടെ വെച്ചു. സോ ബേസിക്കലി ഞാൻ എച്ച് കുറച്ച് അവസാനം എച്ച് എന്ന് പറയുന്നത് വളരെ അടുത്ത്, എയുടെ അടുത്ത് നിൽക്കുന്നു. വിച്ച് മീൻസ് ഞാൻ എച്ചിനെ 10-0 കൊടുക്കുന്നു. അതായത് ഈ ഡിസ്റ്റൻസ് ഞാൻ ഇല്ലാതെയാക്കുന്നു, മാക്സിമം ചെറുതാക്കി തൊട്ടടുത്തൊരു പോയിന്റ് എടുത്തു. ആ സമയം ഇവിടെയാണ് ഇമേജ് വരിക. ഞാൻ ലൈൻ വരച്ചു. ബേസിക്കലി അത് മറ്റാരുമല്ല, ടാൻജൻ്റ് ആയിട്ട് മാറും. നോക്കിയേ, ഞാനിതാ എച്ച് ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ലൈൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതാണ് എച്ച് കുറയ്ക്കുമ്പോൾ ഒന്ന് കിട്ടാം, ഇവൻ വേറെ കിട്ടും. ഞാനിങ്ങനെ എച്ചിൻ്റെ ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് പോകുമ്പോൾ അവസാനം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ ഒരു മനോഹരമായ ടാൻജൻ്റ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ഇതേപോലത്തെ നിന്നാണ് ഒരു ടാൻജൻ്റ് ലഭിക്കും. ഈ കാണുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്താണ്? അതാണ് ഡെറിവേറ്റീവ്. സോ ബേസിക്കലി ഇവിടെ എച്ച് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ലിമിറ്റ് എച്ച് 10-0 കൊടുത്തു. എച്ച് 10-0 എന്തുകൊണ്ടാണ്? വിട്ട് കുറയ്ക്കണം. വിട്ട് കുറച്ച് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് എന്തായി മാറി? അത് ടാൻജൻ്റ് ആയിട്ട് മാറി. സോ ബേസിക്കലി ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ ഇനി എല്ലാവരോടും പറയണം, ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ആ കാണുന്ന ടാൻജന്റിന്റെ സ്ലോപ്പാണ് മക്കളെ ഡെറിവേറ്റീവ്. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്, ജോമെട്രിക്കൽ ഐഡിയ. സോ ഇതാ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ കാണുന്ന എ എന്ന് പറഞ്ഞ പോയിന്റിൽ എനിക്കൊരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റി. ഈ ടാൻജന്റിന് സ്ലോപ്പ് ഉണ്ട്. ആ സ്ലോപ്പാണ് ഡെറിവേറ്റീവ്. ജനറലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എ മാറ്റി എക്സിലേക്ക് വരുന്നു. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എവിടെയാണ് നമുക്ക് ഈ കാണുന്ന എ വരുന്നത്, ആ കാണുന്ന എക്ക് പകരം എല്ലാവരും എക്സ് കൊടുക്കുക. ഡെറിവേറ്റീവിന് നമുക്ക് പല ടൈപ്പ് നൊട്ടേഷൻസ് ഉണ്ട്. ഒന്ന് എഫ് ഡാഷ് മീൻസ് ഇറ്റ് ഇസ് ഡെറിവേറ്റീവ്. എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ്. ഓക്കെ, ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h 10-0 f ഓഫ്
ഇതിനകത്ത് എവിടെയാണോ എ വരുന്നത് ആ കാണുന്ന എക്ക് പകരം എല്ലാവരും എക്സ് കൊടുക്കുക. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി. ഇനി ഈ കോൺസെപ്റ്റിൻ്റെ ആവശ്യം അതിഭീകരമായിട്ടുണ്ടോ? ഇല്ല. ഒരു ഐഡിയ വേണം. അതെന്തിനാ? അത് പഠിക്കുമ്പോൾ ഒരു സുഖമല്ലേ? അതിനുവേണ്ടി മാത്രം കേട്ടോ. ഇനി നമുക്ക് y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് സെയിം ആസ് എഫ് ഓഫ് എക്സ്. ഡെറിവേറ്റീവിന് ഞാൻ പറഞ്ഞു ഒന്നുകിൽ എന്താണ് ഇതിനെ വൈ ഡാഷ് ഓർ എഫ് ഡാഷ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. വൈ ഡാഷ് എന്ന് പറയുന്നു ഡെറിവേറ്റീവാണ് ഇതിൻ്റെ, എഫ് ഡാഷ് എന്ന് പറയുന്നു ഇതിന് ഡെറിവേറ്റീവാണ്. അല്ലെങ്കിൽ ഇതിന് പുറമെ ഒന്നും കൂടി പറയാൻ പറ്റും. ക്ലാസ് ശ്രദ്ധിക്കണം, എക്സാം ചോദ്യപേപ്പർ ഉണ്ടാവാറുണ്ട് dy by dx. ഇതിൻ്റെ മീനിങ് ഡെറിവേറ്റീവ് ഓഫ് y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ മീനിങ്. ശ്രദ്ധിക്കണം, ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വേണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇങ്ങനെയാണ് എല്ലാവരും ഇതിനെ വായിക്കേണ്ടത്, dy by dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഇതിൻ്റെ കോൺസെപ്ച്വൽ ഐഡിയ. നമ്മളിത് കോൺസെപ്റ്റ് എല്ലാം അവസാനിപ്പിച്ചു. നേരെ പോകുന്ന ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക്, എക്സാമിൻ്റെ സ്ഥിരം സാന്നിധ്യമായ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ച പ്രിൻസിപ്പിളാണ്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഇക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്ന ആ ഒരു ഫോർമുല, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സം ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ചോദ്യം എക്സാമിന് നിരന്തരമായിട്ടുണ്ടാകാറുണ്ട്. ആരും അത് മിസ്സാക്കരുത്, എന്തായാലും ആൻസർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇവനിലേക്ക് പോകുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ആദ്യമായിട്ട് എല്ലാവരും ഫോർമുല എഴുതുക. എന്താ? ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പം എന്തൊക്കെ വേണം? എഫ് ഓഫ് എക്സ് വേണം, പിന്നെയോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വേണം. നമുക്ക് എല്ലാവർക്കും എഫ് ഓഫ് എക്സ് വളരെ വ്യക്തമായിട്ടറിയാം, അത് എക്സ് സ്ക്വയർ ആണ്. എല്ലാവരും പോയി എഴുതുക എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ. കിട്ടി. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ കിടക്കുന്ന എക്സിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? എക്സ് പ്ലസ് എച്ച് കൊടുക്കുക. സോ ദേ ഇവിടെ എക്സ് ഉണ്ട്, ആ കാണുന്ന എക്സ് ആരായിട്ട് മാറും? എക്സ് പ്ലസ് എച്ച് ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് സെയിം ആസ് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. സോ എഫ് ഓഫ് എക്സ് കിട്ടി, അത് എക്സ് സ്ക്വയർ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ഫോർമുലയ്ക്ക് നമ്മളെന്താണ് ഇതെല്ലാം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് അടുത്ത് എഫ് ഓഫ് എക്സ് വേണം, ഇറ്റ് ഈസ് സെയിം ആസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. എല്ലാവരും ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ ഇതൊരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെയാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇറ്റ് ഈസ് സെയിം ആസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. സോ ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 എക്സ് സ്ക്വയർ പ്ലസ് 2 ടൈംസ് 2ab, എ എക്സ് ആണ്, ബി എച്ച് ആണ്, 2xh പ്ലസ് ബി സ്ക്വയർ എച്ചിൻ്റെ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇത് നമുക്കല്ലേ പ്ലസ് എക്സ് സ്ക്വയറും പോയി മൈനസ് എക്സ് സ്ക്വയറും പോയി, ബാക്കിയുള്ളവന്മാരെ മാത്രം എടുത്തെഴുതുന്നു. അതായത് ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 2xh പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ രണ്ട് ടേമിലും എച്ച് കോമണാണ്. എച്ചിനെ കോമണായി പുറത്തെഴുതുന്നു. ഉപകാരം വേറെ ഒന്നും ഇപ്പോൾ മനസ്സിലാവും. ഇറ്റ് ഈസ് സെയിം ആസ് ക്ലാസ് ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 എച്ച് കോമണായി പുറത്ത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം എല്ലാവരും, ഇവിടെ ഒരച്ചുണ്ട്, ആ എച്ച് പോയി, ബാക്കി ആരുണ്ട്? 2x പ്ലസ് എച്ച് സ്ക്വയർ ഉണ്ട്, എച്ച് സ്ക്വയറിൽ നിന്ന് ഒരച്ച് പോയി, ബാക്കി ആരുണ്ട്? ബാക്കി ഒരച്ച് മാത്രമുണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. എച്ചും എച്ചും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി നിൽക്കുന്നവൻ ആരാണ്? ലിമിറ്റ് എച്ച് ടെൻഡ് ടു 0 2x പ്ലസ് എച്ച്
ഓടിപ്പോയി എവിടെയാണോ എച്ച് വരുന്നത് ആ കാണുന്ന എച്ചിന് പകരം എല്ലാവരും 0 കൊടുക്കുക. ലിമിറ്റ് h ടെൻഡ് ടു 0 മീൻസ് എച്ചിന് പകരം 0. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2x. സോ മനസ്സിലായി, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2x. നോട്ട് ചെയ്തോളൂ, ഇവന് ആവശ്യമുണ്ട്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഫോർമുല ഞാനിത് ഇപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് ഇവനാണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. സംശയമുണ്ടാകും, എനിക്ക് ഉറപ്പാണ്. രണ്ടാമത്തെ ഒന്ന് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ, എൻ്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് റൈസ് ടു എൻ ആണെന്ന് വയ്ക്കാം. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ്. ക്ലാസ് ഓർക്കേണ്ട ഇത്ര മാത്രം, മേലെയുള്ള പവറിനെ എല്ലാവരും നേരെ താഴോട്ട് ഇറക്കി എഴുതാം. സോ എൻ. ഇനി എക്സ് അതുപോലെ എഴുതി മേലത്തെ പവറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. എൻ ആണെങ്കിൽ ഒരു ഒന്ന് കുറയ്ക്കുക, -1 ചെയ്യാം. സോ എൻ ആണെങ്കിൽ n - 1. ഇതാണ് ഫോർമുല. അപ്പോൾ നിങ്ങളുടെ എഫ് ഓഫ് എക്സ് പറയുന്നത് സം എക്സ് റേസ് ടു 10 ആണെന്ന് വരികട്ടെ. എന്താ കിട്ടുക? അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് മക്കളെ മേലത്തെ പവർ 10 ആണ്. ഈ കാണുന്ന 10നെ നമ്മൾ നേരെ താഴോട്ട് ഇറക്കി എഴുതി 10 ഇൻറ്റു എക്സ് റേസ് ടു. എന്താ ചെയ്യേണ്ടത്? മേലത്തെ പവറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, 10 - 1 എന്ന് കിട്ടും. ഇറ്റ് ഈസ് സെയിം ആസ് 10 എക്സ് റേസ് ടു 10 - 1. നമുക്ക് എല്ലാവർക്കും അറിയാം അത് 9 ആണ്. 10 എക്സ് റേസ് ടു 9. ദ സെയിം ഫോർമുല. ഈ ഫോർമുലയിൽ എല്ലാവരും എന്നിന് പകരം 10 വെച്ച് കൊടുത്തു. അതാണ് ചെയ്തേക്കുന്നത്. സോ 10 എക്സ് റേസ് ടു 10 - 1. ഇറ്റ് ഈസ് സെയിം ആസ് 10 എക്സ് റേസ് ടു 9. ഹോപ്പ് യു ഓൾ ആർ ഫൈൻ റൈറ്റ് നൗ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നേരെ ചെയ്തു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സം എക്സ് റേസ് ടു 100 ആണെന്ന് ഇരിക്കുക. 100. അങ്ങനെയാണെങ്കിൽ എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ്? ഈ കാണുന്ന 100 നേരെ താഴോട്ട് ഇറങ്ങി വന്നു. 100 എക്സ് റേസ് ടു 100 നിന്ന് ഒന്ന് കുറച്ചു, 100 - 1. ഇറ്റ് ഈസ് സെയിം ആസ് 99. സോ 100 എക്സ് റേസ് ടു 99. അതാണ് മക്കൾ ഇതിൻ്റെ ഫോർമുല ആയിട്ട് വരുന്നത്. ഫോർമുലയല്ല, ഒരു ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. അവസാനിച്ചു. നെക്സ്റ്റിലേക്ക് പോകുന്നു. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് കണ്ടോ, അതിന് ഡെറിവേറ്റീവ് എക്കാലും 0 ആണ്. വിച്ച് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് ഒരു 5 എടുത്തു. 5 ഇങ്ങനെ എഴുതാം കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് 5 എന്നതിൻ്റെ മീനിങ് 5ൻ്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് സെയിം ആസ് 0. കാരണം 5 ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണോ ഡെറിവേറ്റീവ് 0 ആണ്. ഡെറിവേറ്റീവ് ഓഫ് സം എ വേർ എ ഇസ് എ കോൺസ്റ്റന്റ് ഇറ്റ് ഈസ് 0. ഒന്നും കൂടി ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ദാ ഞാൻ പറഞ്ഞു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് വരിക്കാം. എന്താണ് ഇവൻ്റെ ഡെറിവേറ്റീവ്? എക്സ് റേസ് ടു 1 ഇറ്റ് ഈസ് സെയിം ആസ് എക്സ്. ഫോർമുല അറിയാം, എൻ എക്സ് റേസ് ടു n - 1. എല്ലാവരും എന്നിന് പകരം 1 കൊടുത്തു. ദെയർഫോർ എഫ് ഡാഷ് ഓഫ് എക്സ് ഇറ്റ് സെയിം ആസ് n. 1 ആണ്, നേരെ 1 താഴെ വന്നു. 1 ഇൻറ്റു എക്സ് റേസ് ടു ഈ 1ൽ നിന്ന് ഒരു 1 കുറച്ചു, 1 - 1 എന്ന് കിട്ടി. സോ 1 ഇൻറ്റു എക്സ് ടു ദി പവർ 0 ഇറ്റ് ഈസ് സെയിം ആസ് 1. ദാറ്റ്സ് ഓൾ. ഇത്ര മാത്രമാണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ എക്സ് റേസ് ടു 1 അഥവാ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണെന്ന് എല്ലാവരും ഓർത്ത് വെക്കണം. നിർബന്ധമായിട്ട് ഒരു ഫോർമുല പോലെ തന്നെ മനസ്സിലാക്കണം. അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്, അത്രമേൽ ആവശ്യമുണ്ട് നമുക്ക് ഇവനെ. ഞാൻ ഇവിടെ തന്നെ എഴുതാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ബസ് ക്ലോസ് കരാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. ചുമ്മാ എനിക്കൊരു ആഗ്രഹം അതുകൊണ്ട് ചോദിക്കണം. എന്താ ഡെറിവേറ്റീവിൻ്റെ അറിയാം? അച്ഛാൻ സിമ്പിൾ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ആരാ? 1. ബേസിക്കലി ദി ക്വസ്റ്റ്യൻ ഇസ് നത്തിങ് ബട്ട് ഡെറിവേറ്റീവ് ഓഫ് 1. 1 കോൺസ്റ്റന്റ് ആണ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇറ്റ് ഈസ് 0. ഉത്തരമായി. അടുത്തേക്ക് പോകുന്നു. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. എക്സാമിൻ്റെ സ്ഥിരം സാന്നിധ്യം സൈൻ, കോസ്, ടാൻ. 3 പേരിലെ ഏതെങ്കിലും ഒരാൾ. ഇവർ 3 പേർ അതിൽ ഒരാളാണ് എക്സാം ചോദിക്കാറ് സ്ഥിരമായിട്ട്. അല്ലെങ്കിൽ എക്സ് സ്ക്വയറും റൂട്ട് എക്സും ഉണ്ട്, അപ്പുറത്ത് 1/x ഉണ്ട്. ഇങ്ങനെ ഒരു 3 പേരും കൂടി നമുക്ക് എന്താണ് പഠിക്കാൻ വേണ്ടിയുണ്ട്. കോസ് എക്സ് പറയുമ്പോൾ ഫോർമുലയ്ക്കകത്ത് യാതൊരു മാറ്റവുമില്ല. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഫോർമുല നമ്മൾ മുമ്പേ പഠിച്ചതാണ്, മുമ്പേ അറിയാവുന്നതാണ്. ഇതാണ് ഫോർമുല എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ. ഈ ഫോർമുല കണ്ണും പൂട്ടി എല്ലാവരും ആദ്യം തന്നെ എഴുതി വയ്ക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഏതൊരു വിദ്യാർത്ഥിയും ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന എഫ് ഡാഷ് ഓഫ് എക്സ് എഴുതണം. എഴുതി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി നേരെ വേണ്ടത്
ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്ലാസ് അത് കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്. സോ എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണ്, എക്സ് ഇവിടെയുണ്ട്. ഈ കിടക്കുന്ന എക്സിന് പകരം ആര് വേണം? എക്സ് പ്ലസ് എച്ച് വേണം. സോ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച്. നമ്മൾ നേരെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലിമിറ്റ് എച്ച് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, അതായത് കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. നിങ്ങൾ പഠിച്ചൊരു ഫോർമുലയുണ്ട്, കോസ് എക്സ് മൈനസ് കോസ് വൈ. അത് തന്നെയാണ് നമുക്ക് സൈൻ എക്സിൽ വരുന്നത്. സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഫോർമുല വരും. കോസ് ആകുമ്പോൾ അത് കോസ് എക്സ് മൈനസ് കോസ് വൈ വരും. ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് ഫോർമുല. അപ്പോൾ ഈ കാണുന്ന ഫോർമുല സെയിം ടൈപ്പാണ് ഇവിടെ നിൽക്കുന്നത്. കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ്. ഇതാ എക്സിന് പകരം ആരാ? എക്സ് പ്ലസ് എച്ച്. വൈക്ക് പകരം ആരാ? എക്സ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് പ്ലസ് എച്ച് ആൻഡ് എക്സ് ഇൻ ദിസ് ഇക്വേഷൻ. ഓക്കെ, അത്രമാത്രം. സോ മൈനസ് 2 സൈൻ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്, വൈക്ക് പകരം എക്സ് ഡിവൈഡഡ് ബൈ 2 സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്, വൈക്ക് പകരം എക്സ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ മൈനസ് 2 സൈൻ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് എച്ച് ബൈ 2 സൈൻ ക്ലാസ് ഇതാ പ്ലസ് എക്സും മൈനസ് എക്സും പോയി, ബാക്കി എന്തുണ്ട്? എച്ച് ബൈ 2. ഇതാണ് ലഭിക്കുന്നത്. എല്ലാവരും ഈ കാണുന്നവനെ ഇവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നിർബന്ധമായിട്ട് മറക്കരുത്, ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ലിമിറ്റ് എച്ച് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് ക്ലാസ് അത് മൈനസ് 2 സൈൻ എക്സ് പ്ലസ് 2x അല്ലേ, 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എച്ച് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഉണ്ട്. ഞാൻ ആ എച്ച് കുറച്ചാണ് നീക്കി എഴുതി. അത് എഴുതി മനഃപൂർവ്വം എഴുതുക. എന്താ കാരണം? ഇവിടെ സൈൻ എച്ച് ബൈ 2 ഉണ്ട്. സൈൻ എച്ച് ബൈ 2 ഉണ്ടെങ്കിൽ എനിക്ക് താഴെ എന്ത് വേണം? മോഹം കൊണ്ടാൽ നിർത്തി നോക്കിയേ. ഇവിടെ എച്ച് ബൈ 2 ആണെങ്കിൽ എനിക്ക് താഴെയും ഒരു എച്ച് ബൈ 2 ഉണ്ടെങ്കിൽ സംഭവം ഉഷാറ. അപ്പോൾ ഒരു ബൈ 2 കുറവുണ്ട്, ഞാൻ ബൈ 2 ചെയ്തു. ഞാൻ കൂടെ തന്നെ ഇതാ ഒരു ഇൻറ്റു 2 ചെയ്തു. ഇവന്മാരെ ഗ്രൂപ്പ് ചെയ്തു. ഇറ്റ് ഈസ് ഓഫ് ദി ഫോം സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. നമ്മൾ ലിമിറ്റ്സിൽ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇറ്റ് ഈസ് സെയിം ആസ് 1. അതേപോലെ ലിമിറ്റ് എച്ച് ടെൻ ടു 0 സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച് ബൈ 2. ഇവിടെയുള്ള ആൾ തന്നെയാണിത്. ഇവിടെ ഇതെന്ത് പറയാൻ പറ്റും? ഇവനെ നമുക്ക് വിളിക്കാൻ പറ്റും 1. ഇത് റിസൾട്ട് വരുന്നത് ലിമിറ്റ് ഇതാണ്. റിസൾട്ട് ഇത് മാത്രമാണ്. ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇവിടെ എക്സ് ആണ്, ഇവിടെയും സെയിം തന്നെ എക്സ് ആണ് കേട്ടോ. കഴിഞ്ഞു. ഇതാ ഇവൻ 1 ആയിപ്പോയി. ഈ 2 ക്യാൻസൽ ആയിപ്പോയി. 2 ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളത് എവിടെയാണോ ആ കാണുന്ന ബാക്കിയുള്ളതിൽ എച്ചിന് പകരം എല്ലാവരും 0 കൊടുക്കാം. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ക്ലാസ് മൈനസ് സൈൻ 2x പ്ലസ് 0 ബൈ 2. സോ 2x പ്ലസ് 0 2x ആണ്, 2x ബൈ 2. സോ മൈനസ് സൈൻ 2x ബൈ 2. ഇതാ 2 ക്യാൻസൽ ആയിപ്പോയി. ഇറ്റ് ഈസ് സെയിം ആസ് മൈനസ് സൈൻ എക്സ്. അതായത് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? അത് മൈനസ് സൈൻ എക്സ് ആണ്. നോട്ട് ചെയ്യാം, ഇപ്പോൾ തന്നെ പഠിക്കാം, ഇപ്പോൾ തന്നെ, നോ ഡൗട്ട്. ഞാൻ നിങ്ങൾക്ക് സൈൻ എക്സ് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി വിട്ടുതരുന്നു. നിങ്ങൾ ചെയ്ത് പഠിക്കണം. സൈൻ എക്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞ ഫോർമുല, അതായത് 2 cos x പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 എന്ന് പറയുന്ന ട്രിഗണോമെട്രി 3ാമത്തെ പാഠത്തിൽ പഠിച്ച ഫോർമുല വേണം എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇതിലേക്ക് വരുന്നു. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ആരാ? സെയിം ഡിറ്റോ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഫോർമുല. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ്
ലിമിറ്റ് h tend to 0 f of x plus h minus f of x whole divided by h. ഇതാണ് ഫോർമുല. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആർ എഫ് ഓഫ് എക്സ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടാൻ എക്സ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ടാനിനകത്ത് ഒരു എക്സ് ഉണ്ട്. ആ കിടക്കുന്ന എക്സിന് പകരം എല്ലാവരും എക്സ് പ്ലസ് എച്ച് കൊടുക്കാം. ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വൺ. എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്ലാസ് ലിമിറ്റ് h tend to 0. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ അത് ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ടാൻ എക്സ് ആണ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഫോർമുല ഉണ്ടോ? ഇല്ല. ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഇല്ല. അപ്പോൾ എന്താ ആലോചിച്ചു, ഇവനെങ്ങനെ മാറ്റാം? എനിക്ക് ഇഷ്ടം എപ്പോഴും എന്താണ്? സൈനും കോസുമാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഈ കാണുന്ന ടാനിനെ ഞാൻ സൈനിലും കോസിലും എഴുതാൻ വേണ്ടി പോകുന്നു. സോ ലിമിറ്റ് h tend to 0 സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ഇതാ മൈനസ് ഇട്ടു. ടാൻ എക്സ് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എന്താ മക്കളുള്ള എച്ച്. എല്ലാവരും ഒന്ന് LCM എടുക്കുക, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. സോ ലിമിറ്റ് h tend to 0 സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഈ രണ്ട് പേരെ എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് എക്സ് കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഒരു ഹോൾ ബൈ എച്ച് ഉണ്ട്. ബൈ എച്ച് ഈ കാണുന്ന ബൈ എച്ച് കേട്ടോ. നിങ്ങളിവിടെ നോക്കാം ന്യൂമറേറ്റർ അതേത് ഫോർമാറ്റാ? എക്സ് പ്ലസ് എച്ച് നിങ്ങളൊരു എക്സ് പോലെ വിചാരിക്കാം ആൻഡ് എക്സിനെ ഒരു വൈ പോലെ വിചാരിക്കാം. അപ്പോൾ ഒരു ഫോർമാറ്റ് മനസ്സിലാവും. ഇത് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുലയാണിത് ഈ കിടക്കുന്നത്. എല്ലാവരും അതിനെ വളരെ വ്യക്തമായിട്ട് തന്നെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ തന്നെ മാറ്റുക. സോ ലിമിറ്റ് h tend to 0 സൈൻ ഓഫ് എക്സ് മൈനസ് വൈ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. സോ ഇവിടുത്തെ എക്സ് ആരാ? എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ച് മൈനസ് വൈ ആരാ? വൈ എന്ന് പറയുന്നത് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ക്ലാസ് കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഞാൻ കൂടെ തന്നെ ഹോൾ ബൈ എച്ച് ഉണ്ട് മീൻസ് എച്ച് ബൈ 1. ഈ കാണുന്ന എച്ച് ബൈ 1 മേലെ പോകുമ്പോൾ അത് 1 ബൈ എച്ച് ആയിട്ട് മാറി. അവൻ നേരെ താഴത്ത് ഇവിടെ വന്നു കേട്ടോ, ഡിവൈഡഡ് ബൈ എച്ച് ആയിട്ട് മാറി. ഇവിടെ വന്നു ഡിവൈഡഡ് ബൈ എച്ച്. ഇതാ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസലായി പോയി. ബാക്കി എന്തുണ്ട്? സൈൻ എച്ച് ഡിവൈഡഡ് ബൈ എച്ച്. സോ ലിമിറ്റ് h tend to 0 സൈൻ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ടൈംസ് കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. സൈൻ എച്ച് ബൈ എച്ച് 1 ആണ്. ഓടിപ്പോയിട്ട് ഇതിനകത്ത് എച്ചിന് പകരം എല്ലാവരും 0 കൊടുത്തു. സോ ഇതാ ഈ കിടക്കുന്ന എച്ചിന് പകരം 0 കൊടുത്താൽ എന്ത് കിട്ടും? കോസ് ഓഫ് എക്സ് പ്ലസ് 0 അതായത് കോസ് എക്സ് കിട്ടി. ഇറ്റ് ഇസ് സെയിം ആസ് 1 ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ്. സോ 1 ബൈ കോസ് സ്ക്വയർ എക്സ്. ഈ കാണുന്ന 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇറ്റ് ഇസ് സെയിം ആസ് സീക്ക് സ്ക്വയർ എക്സ്. സോ സീക്ക് സ്ക്വയർ എക്സ് ആണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. വളരെ സുഖമായിട്ട് നമുക്ക് ഈ കാണുന്ന ചോദ്യം എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഞാൻ നേരത്തെ നിങ്ങൾക്ക് അടുത്തത് ഒന്നിലേക്ക് പോകുന്നു. 1 ബൈ എക്സ് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ ചെയ്യണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് 1 ബൈ എക്സ് അവർ ചെയ്യേണ്ടത്. അവസാനമായിട്ട് ഇതാ ഒന്നും കൂടി ചെയ്ത് ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മളിതാ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇതാ ലാസ്റ്റ് വൺ റൂട്ട് എക്സ്. സോ y equal to root x which means f of x എന്ന് പറയുന്നത് ആരാണ്? അത് റൂട്ട് എക്സ് ആണെന്ന് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ട് ഈ കാണുന്ന ഫോർമുല തന്നെ അങ്ങോട്ട് മാറ്റിയിരുന്നു.
ആസ് യൂഷ്വൽ എന്താ കോപ്പി ആൻഡ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു. യെസ്. സോ എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, ഇതാ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്. സോ ഈ കാണുന്ന എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്. എല്ലാവരും ഓടിപ്പോയിട്ട് ഈ കാണുന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് h ടെൻ ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, അതായത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് റൂട്ട് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. മൈൻഡിൽ ഫിക്സ് ചെയ്യാം. ഇന്ന് മാത്രമല്ല എക്കാലവും റൂട്ട് വന്നാൽ കോഞ്ചുഗേറ്റ് എഴുതിക്കോ. റൂട്ട് ഇംപ്ലൈസ് കോഞ്ചുഗേറ്റ്. ചോദിക്കേണ്ട അടുത്ത് ആരാടാ കോഞ്ചുഗേറ്റ് എന്ന് മക്കളെ? ഇവിടെ റൂട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ, അതിൻ്റെ മിഡിൽ ആ സൈൻ മാറ്റാം, നേരെ ഓപ്പോസിറ്റ് ആക്കാം. ഇവൻ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കി മാറ്റാം, ഇവൻ പോസിറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് ആക്കി മാറ്റാം. അത് മാത്രമാണ് ആവശ്യം. സോ ഇവിടെ നെഗറ്റീവ് ആണെന്നറിയാം, നമ്മൾ നേരത്തെ തന്നെ പോസിറ്റീവ് ആക്കി മാറ്റുന്നു. അതാണ് കോഞ്ചുഗേറ്റ്. ഈ കാണുന്ന കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടുത്തെ സ്റ്റെപ്പ്. സോ അത് നേരെ തന്നെ എന്താ ഇൻറ്റു എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് നമുക്കറിയാം. റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് ആണ്. എഴുതി റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. അതുകൊണ്ട് മേലെ മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ താഴെയും ചെയ്തു. പിന്നെ ഏത് ഫോമാറ്റാ? ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇറ്റ് ഈസ് സെയിം ആസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ലിമിറ്റ് h ടെൻ ടു 0 എ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ഇത് മക്കളെ റൂട്ടും സ്ക്വയറും പോയി, റൂട്ടും സ്ക്വയറും പോയി. ബാക്കിയുള്ളവന്മാരെ മാത്രം അടിയിലേക്ക് ഇറക്കി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് h ടെൻ ടു 0 എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് കിട്ടി. ഇതാ പ്ലസ് എക്സും മൈനസ് എക്സും പോയി. ബാക്കി ലിമിറ്റ് h ടെൻ ടു 0 എച്ച് ബൈ എച്ച് ഇൻറ്റു പ്ലസ് റൂട്ട് എക്സ്. എച്ചും ക്യാൻസലായി പോയി. ബാക്കിയുള്ള എച്ചിന് എല്ലാവരും 0 കൊടുക്കുക, 0 കൊടുക്കുക, 0 കൊടുത്തു. സോ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 0 പ്ലസ് റൂട്ട് എക്സ്. സോ ഇറ്റ് സെയിം ആസ് 1 ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഇറ്റ് സെയിം ആസ് 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ് ഉണ്ട്, 1 ബൈ 2 റൂട്ട് എക്സ്. ഓർത്ത് വയ്ക്കാം, പഠിക്കാം, നല്ലതാണ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ് ആണ്. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എക്കാലം നിങ്ങളോട് പറയും. നേരെ പോകുന്നു മക്കളെ ഇവിടുത്തെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അതിൻ്റെ ഡെറിവേറ്റീവിലേക്ക്. ഇത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു, കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെയോ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് നിങ്ങൾ ചെയ്തു, കോസ് എക്സ് ഞാൻ ചെയ്തു. ആ കാണുന്ന ഡെറിവേറ്റീവ് ഇവിടെയുണ്ട്. പക്ഷേ കൺഫ്യൂഷൻ ആവും എപ്പോഴും. അയ്യോ സൈൻ്റെ ആണോ കോസിൻ്റെ സൈനാണ്, ഒക്കെ ഓക്കെയാണ്, പക്ഷേ മൈനസ് ആണോ പ്ലസ് ആണോ എന്നൊരു സംശയമാണ്. അതാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ. ഓർത്തോളൂ, സൈനും കോസും എക്കാലവും അഗാധമായ പ്രണയത്തിലാണ്. നോ ഡൗട്ട് ദേ ആർ ഭയങ്കര ഭീകരം. ഷാജഹാനും മുംതാസും പോലെ, ലൈലി മജ്നുവും പോലെ ഭയങ്കര അതിഭീകരമായ പ്രണയത്തിലാണ് സൈനും കോസും. അപ്പോൾ ഈ കാണുന്ന സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അതാരാ? അത് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെയോ അത് സൈൻ ആയിരിക്കും. നോ ഡൗട്ട് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ആ കാണുന്ന പ്രണയത്തിൻ്റെ ആ ഒരു ഗാംഭീര്യമാണ് കാണിക്കുന്നതോടെ സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ്. അവിടെ പറയും ഞാനും കുട്ടിയും പോലെ അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇറ്റ് സെയിം ആസ് കോസ് ആവുമ്പോൾ സൈൻ. പക്ഷേ നമ്മുടെ സുഹൃത്ത് പോലെ ഈ കോസ് എന്ന് പറയുമ്പോൾ അതിൽ കോയുണ്ട്, കോന്ന് വെക്കുമ്പോൾ കോഴിത്തരമുണ്ട്. ആ കാണുന്ന കോഴിത്തരം
അവൻ ഒരിക്കലും വിട്ടുകൊള്ളില്ല. ശരിയാണ്, അത്രമേൽ പ്രണയമാണ്. എന്നാലും അവൻ്റെ ബേസിക് നേച്ചറാണ് കോഴിത്തരം. ആ കോഴിത്തരം വിട്ടുകളയൂല. കോന്ന് കേട്ടാൽ കോഴിയാണ്, കോഴി എന്ന് പറഞ്ഞാൽ വെറും നെഗറ്റീവാണ് മക്കളെ. കോഴി നെഗറ്റീവാണ്. അതായത് ഇനി മുതൽ കോന്ന് പറഞ്ഞ് നിങ്ങൾ ഫോർമുലയിൽ കണ്ടാൽ അതെവിടെയുമായിക്കോട്ടെ ഒരു നെഗറ്റീവ് തമാശ കിട്ടും. ബിക്കോസ് കോ എന്ന് പറയുമ്പോൾ കോഴിയാണെങ്കിൽ നെഗറ്റീവാണ്, ഇതാ നെഗറ്റീവ്. സോ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മക്കളെ ഇതാ ഒരു മൈനസ് കൂടെ എക്സ്ട്രാ വരും, മൈനസ് സൈൻ എക്സ്. സോ സൈൻ്റെ കോസാണ്, കോസിൻ്റെ സൈനാണ്, പക്ഷേ കോസിൽ കോയുണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് ഉണ്ട്, മൈനസ് സൈൻ എക്സ്. ഇടത് ഭാഗം മാത്രമാണ് നോക്കേണ്ടത്. ഇനി ബാക്കി ഇവിടെ ഒരു 4 പേരുണ്ട്. ഈ 4 പേരെ പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ടേബിൾ പിടിക്കാം. സീക്ക് ടാൻ ഇതാണ് ടേബിൾ. സീക്ക് ടാൻ ആൻഡ് കൊസീക്കിനോ കൊസീക്കോട്ട് കൊള്ളാൽ പരിപാടി. കൊസീക്ക് കോട്ട്. എനിക്ക് വേണ്ടത് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ടാൻ എക്സ് അശാൻ ടാൻ എക്സ് ഉണ്ട്. ഞാൻ ടാൻ എക്സിനെ കണ്ടുപിടിക്കണം ഡെറിവേറ്റീവ്. അവൻ ഒഴിവാക്കി. ആരുടെ ഡെറിവേറ്റീവാണ് കാണേണ്ടത് അവൻ ഒഴിവാക്കി. ബാക്കി ആരുണ്ട്? 2 സീക്ക് ഇൻറ്റു സീക്ക് സ്ക്വയർ കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി ആവശ്യം ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സാ. സീക്കിൻ്റെ വേണം. ഞാൻ സീക്കിനെ കളഞ്ഞു, ഒഴിവാക്കി. ബാക്കി ആരുണ്ട്? സീക്ക് ഇൻറ്റു ടാൻ. ഉത്തരമായി സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അടുത്തേക്ക് പോയി കൊസീക്ക് കോട്ട്. എന്ത് ചെയ്തു ആശാൻ? ആദ്യം വേണം കോട്ടിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് കോട്ടെക്സ്. സോ കോട്ടിൻ്റെ ഡെറിവേറ്റീവ് വേണം, കോട്ടിന് ഒഴിവാക്കി. ബാക്കി ആരുണ്ട്? കൊസീക്ക് ഇൻറ്റു കൊസീക്ക് സ്ക്വയർ. എന്തോ കോയാ? എന്താ ഇവിടെ കോ ആശാൻ വിളിച്ചു പറയാം അവിടെ നിന്ന്. ഇവിടെ കോയുണ്ടെങ്കിൽ എന്ത് വേണം? നെഗറ്റീവ് വേണം. ആരും മറക്കരുത് കേട്ടോ, മറക്കാൻ വേണ്ടി പാടില്ല. കോ കണ്ടാൽ നെഗറ്റീവ് വേണം. അതായത് കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ആൻഡ് ഫൈനലി ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ്. കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് കൊസീക്ക് ഒഴിവാക്കി. ബാക്കി ആരുണ്ട്? കൊസീക്ക് ഇൻറ്റു കോട്ട്. കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ്. ക്ലാസ് മറക്കരുത്, ഇവിടെ കോയുണ്ട്, സോ നെഗറ്റീവ് വേണം. അപ്പോൾ കോ കണ്ടാൽ നെഗറ്റീവ് വേണം. ഇതാണ് ഫോർമുല. അത് എല്ലാവർക്കും ഈ കാണുന്ന ഫോർമുലയോടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോട്ടെക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ ആണ്. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് സൈൻ എക്സ് ആണ്. ആൻഡ് ഫൈനൽ ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് ആണ്. ഇതാ കോ കണ്ടു, നെഗറ്റീവ് വേണം. ബസ് ഓക്കെ. അവസാനമായിട്ട് 2 ഫോർമുല പറയുന്നു. രണ്ട് ഫോർമുല. ഇത് വളരെ ലോക്കലാണ്, ഒന്നുമില്ല. പക്ഷെ ബാക്കി 2 പഠിക്കാനുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് മക്കളെ യു പ്ലസ് ബി, 2 ഫംഗ്ഷൻ്റെ അഡീഷൻ ഡെറിവേറ്റീവ് ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഡെറിവേറ്റീവ്, പരിപാടി കഴിഞ്ഞു. അതായത് എൻ്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ്? മക്കൾ ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ കോസ് എക്സ്, ഇവിടെ പ്ലസ് ആണ്, പ്ലസ് ഇട്ടു. അടുത്ത് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇങ്ങനെ അഡീഷൻ ആണെങ്കിൽ ആദ്യത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഡെറിവേറ്റീവ്, അങ്ങനെ വളരെ ഈസി ചെയ്യാൻ വേണ്ടി സാധിക്കും. സബ്ട്രാക്ഷൻ ആണെങ്കിൽ മാറ്റമൊന്നുമില്ല, അത് തന്നെയാണ്. അവിടെ ഈ കാണുന്ന പ്ലസിന് പകരം മൈനസ് ഒന്നും ഒരു മാറ്റവും ഇല്ല. ബട്ട് നൗ ദി ഗെയിം ചേഞ്ചസ്. ഇന്നാണ് കളി മാറാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആലോചിക്കട്ടെ, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് സെയിം ആസ്, ക്ലാസ് ശ്രദ്ധിക്കാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഒന്നാമത്തവൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ രണ്ടാമത്തവൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 1 ഇൻറ്റു രണ്ടാമത്തവൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് നേരെ തിരിക്കുക 2 ഇൻറ്റു ഒന്നാമത്തവൻ്റെ ഡെറിവേറ്റീവ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി ചിലരെന്താണ് യു വി ഡാഷ് പഠിച്ചിട്ടുണ്ടോ? യു വി ഡാഷ് സെയിം തന്നെ മാറ്റിട്ടോ. യു വി ഡാഷ് എന്താ ചെയ്യേണ്ടത്? യു വി എന്ന് എഴുതി, യു വി. ഇതിനകത്ത് ആദ്യം ഡാഷ് ഇവിടെ വിക്ക് കൊടുത്തു, ആദ്യം ഡാഷ് വി ആകുമ്പോൾ പിന്നെ ഡാഷ് യുനായി.
അതായത് ഇതും മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ലോജിക്കലി യാതൊരു മാറ്റവുമില്ല. പക്ക സെയിം തന്നെയാണ്. ഇത് അടുത്തേക്ക് പോകുന്നു. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോർമാറ്റ്. കോഷൻ റൂൾ. ഷാൻ അവിടെ ദിഷ്ടാമസില്ലേ? എന്താ ദിഷ്ടാമസിൻ്റെ കോഡ് ഓർമ്മയുണ്ടോ? എൻ്റെ പേര് AK, ദിഷ്ടാമസിൻ്റെ DN. ദിഷ്ടാമസ് വെറും നെഗറ്റീവ് ആണ്. മൈനസ്. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു നോക്കിയേ, ആദ്യം ഡാഷ് എന്നിന്, പിന്നെ ഡാഷ് ആർക്കായിരിക്കും? അത് ഡിക്കായിരിക്കും. ഹോൾ ഡിവൈഡഡ് ബൈ D സ്ക്വയർ. ഇങ്ങനെ പഠിക്കാം. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. So denominator into derivative of numerator minus numerator into derivative of denominator whole divided by D square എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? കോഷണൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ഇത് ആദ്യമായിട്ട് പോകുന്നു ഒരു പ്രോബ്ലത്തിലേക്ക്. x sin x ഫൈൻഡ് ഡിവൈഡ് ബൈ x പറയൂ. ഫോർമുല ഓർക്കാം. സോ y ഈക്വൽ ടു മക്കളെ ഇത് u ഇൻറ്റു v ഫോർമാറ്റാണ്. അങ്ങനെയാണെങ്കിൽ dy ബൈ dx എന്ന് പറയുന്നത് ഒന്നും ആലോചിക്കണ്ട, u v ഞാൻ പ്ലസ് കൊടുത്തു. ആദ്യം ഡാഷ് യുവിന്, സോറി വിക്ക്, പിന്നെ ഡാഷ് യുവിന്. അത് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഈ കേസിൽ. അപ്പോൾ ഫസ്റ്റ് വൺ യു, സെക്കൻഡ് വൺ വി. യു എന്ന് പറയുന്നത് എക്സ്, വി എന്ന് പറയുന്നതോ സൈൻ എക്സ്. നമ്മുടെ ഫോർമുലയിലെ യു കിട്ടി, വി കിട്ടി. ഇനി ആരൊക്കെ വേണം? യു ഡാഷ് വേണം. യൂദാസ് അല്ലാട്ടാ, അതെ 5 കൊല്ലിക്കാസിന് ഒറ്റ കൊടുത്ത യൂദാസ് അല്ല, യു ഡാഷ്. ഇവിടെയോ വി ഡാഷ്. അപ്പോൾ യു ഡാഷും വി ഡാഷും വേണം. യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എക്സിന് ഡെറിവേറ്റീവ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ക്ലാസ് ആരംഭിക്കുമ്പോൾ തന്നെ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1. വി ഡാഷ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന് ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് സെയിം ആസ് കോസ് എക്സ്. അപ്പോൾ യു ഡാഷും വി ഡാഷും കിട്ടി. നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എല്ലാവരും dy ബൈ dx എന്ന് പറയുന്നത് ക്ലാസ് യു ഇൻറ്റു വി ഡാഷ്. സോ യു എക്സ് ആണ്, വി ഡാഷ് കോസ് എക്സ് ആണ്, പ്ലസ് യു ഡാഷ് 1 ആണ് ഇൻറ്റു വി സൈൻ എക്സ്. അടിയൊരയ്ക്കാം, ആൻസറായി തകർത്തു, തിമിർത്തു. ഞാൻ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. y എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിവൈഡ് ബൈ dx? നോക്കാം. ഇത് n ബൈ ഡി, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോർമാറ്റ് ആണ്. കിട്ടിയോ? എന്താ ഫോർമുല? dy ബൈ dx ഇക്വൽ ടു ദിസ് ടേം ഈസ് dn ഡിവൈഡഡ് ബൈ d സ്ക്വയർ. വെറും നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ്. ആദ്യം ഡാഷ് എന്നിന്, പിന്നെ ഡാഷ് ഡിക്ക്. ഓക്കെ. സോ n എന്ന് പറയുന്നത് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി ആരാ താഴെ എക്സ് പ്ലസ് 1. സോ എൻ ഡാഷ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് വേണ്ടേ? എൻ ഡാഷ് വേണം. ഡി കിട്ടി പക്ഷെ എൻ ഡാഷ് വേണം. എൻ കിട്ടി പക്ഷെ ഡി ഡാഷ് വേണം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇറ്റ് ഈസ് സെയിം ആസ് 2x. 1 കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഇറ്റ് ഈസ് 0. ഇതിലേക്ക് വരാം, ഡി ഡാഷിലേക്ക് വരാം. എക്സിന് ഡെറിവേറ്റീവ് 1 പ്ലസ് 1 കോൺസ്റ്റന്റ്, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഇറ്റ് ഈസ് 0. ഒഴിവാക്കി, എല്ലാം കിട്ടി. നേരെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ dy ബൈ dx ഇക്വൽ ടു d x plus 1 into n dash 2x minus d dash 1 into n x square plus 1. So 1 into x square plus 1. മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടാൻ വേണ്ടി ആരും മറക്കരുത്, നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് ഉണ്ടാവണം. ഹോൾ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. സോ ഡി മീൻസ് എക്സ് പ്ലസ് 1 ആണ്. സോ ഡി സ്ക്വയർ മീൻസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ.
എല്ലാവരും ഈ കാണുന്ന 2x നേരെ ഉള്ളിലേക്ക് എടുക്കാം, ഓരോന്നിൻ്റെ ഉള്ളിലേക്ക്. സോ ക്ലാസ് ശ്രദ്ധിക്കാം. dy/dx = x × 2x, അത് 2x². 1 × 2x 2x, മൈനസ് ഉള്ളിലേക്ക് പോയി -x² - 1 divided by x + 1 whole square. Class 2x² - x², it is same as x². So dy/dx = x² plus 2x minus 1 divided by x plus 1 whole square. കഴിഞ്ഞു. അത് -1 തന്നെയാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. അവസാനിപ്പിച്ച് നമ്മൾ ഈ കാണുന്ന ചോദ്യം. ഞാൻ നേരെ പോകുന്നു കഴിഞ്ഞ കൊല്ലത്തെ മോഡൽ എക്സാമിന് ചോദിച്ച ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി. x + cos x divided by tan x. സെയിം ഫോർമുലയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ആ ഫോർമുല എഴുതുമ്പോൾ തന്നെ ടീച്ചർക്ക് മനസ്സിലാവും നിങ്ങൾ പുള്ളിയാണ് കേട്ടോ, പുള്ളിക്കാരൻ സ്റ്റാറാണ് കേട്ടോ എന്ന് മനസ്സിലാവും കേട്ടോ. ഇപ്പം ക്ലാസ്സിൽ പുലിയാണ് കേട്ടോ എന്നൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഫോർമുല എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും. ഫോർമുല മാത്രം ഇതുകൊണ്ട് മനസ്സിലാവില്ല, ഒരു ഇംപ്രഷൻ കിട്ടും. പക്ഷെ ബാക്കി കൂടി എഴുതണം. എന്താ? n ന്യൂമറേറ്റർ x + cos x, ഇനി ഡിനോമിനേറ്റർ d, അതാരാ? tan x. സോ n ഡാഷ് മക്കളെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x, d ഡാഷ് tan എക്സിൻ്റെ ഡെറിവേറ്റീവ് sec² x. എല്ലാം കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയ്ക്കും എളുപ്പമാണ് നമ്മളുടെ ഡെറിവേറ്റീവ് എന്നുള്ള ഭാഗം. ഇത്ര എളുപ്പമാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും മക്കളെ? dy/dx = d എന്ന് പറയുന്നത് tan x ഇൻറ്റു d tan x ആണ് ഇൻറ്റു n ഡാഷ് 1 - sin x മൈനസ് n x + cos x into d dash, it is same as sec² x whole divided by class d², അതായത് tan x² tan x whole square അഥവാ tan² x. ഓക്കെ, നമുക്കിതാ ഇങ്ങനെ ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഓപ്പൺ ആക്കി കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്ത് എഴുതാം. പ്രത്യേകിച്ച് വേറെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗങ്ങൾ അധികമൊന്നും ഇല്ലാത്തതുകൊണ്ടും എന്നാലും നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ tan x ഇൻറ്റു 1 tan x മൈനസ് sin x. സോ tan x ഇൻറ്റു sin x. ഓക്കെ, മൈനസ് ഇവിടുത്തെ എല്ലാം മൈനസ് ആവട്ടെ, മൈനസ് x ഇൻറ്റു sec² x, x sec² x. Okay, and then we have into minus cos x into sec² x whole divided by tan² x. ഇവിടെ cos x into sec x എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം sec² x it is same as 1 divided by cos x. അപ്പോൾ ഞാൻ നേരത്തെ ഈ കാണുന്ന sec² x എന്ത് എഴുതി? 1 divided by cos² x. ഇതാ ഒരു cos x-ഉം ആ ഒരു cos x-ഉം പറ്റിപ്പോയി. സോ ബാക്കി എന്തുണ്ട്? 1/cos x. അവൻ എന്തായി മാറി? അവൻ sec x ആയിട്ട് മാറി. അതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സിംപ്ലിഫിക്കേഷൻ. മനസ്സിലാക്കണ്ടോ? നമുക്കത് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത്ര മാത്രം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണ്? അവനെ sec x കൊണ്ട് എഴുതുക. ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സൈനൊക്കെ എഴുതി അങ്ങനെ ആക്കാൻ പറ്റും. സൈനും കോസിലേക്ക് മാറ്റി ഫുൾ ഫോർമുല അങ്ങനെ ആക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ശ്രദ്ധിക്കലാവ് sin² x ഡെറിവേറ്റീവ് ഓഫ് sin² x എന്താ കിട്ടാ? അറിയോ? അറിയില്ല. ഇവിടെയാണ് കളി നിൽക്കുന്നത്. sin² x എന്ന് പറയുന്നത് ക്ലാസ് എല്ലാവരും മനസ്സിലാക്കണം, അത് sin x ഇൻറ്റു sin x ആണ്. സോ ചോദ്യം എന്താ? f(x) = sin x ഇൻറ്റു sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇതാ വേണ്ടേ? sin x ഇൻറ്റു sin x. ബേസിക്കലി ഇവിടെ രണ്ട് പേരുണ്ട്. ഒരു sin x ഉണ്ട്, രണ്ടാമത്തവനും sin x. അതായത് ബേസിക്കലി u
ഇൻറ്റു വി ഫോർമാറ്റ് തന്നെയാണ് നമുക്കത് ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കാം. സോ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ സം യു വി, ഇപ്പോൾ വൈ ഈക്വൽ ടു യു ഇൻറ്റു വി ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് യു വി ഡാഷ് മാറ്റി എഴുതുക, ആദ്യം വി ഡാഷ് പിന്നെ യു ഡാഷ്, കഴിഞ്ഞു. ഓക്കെ, എപ്പോഴും എന്താണ് ആദ്യം രണ്ടാമത്തെ ഡാഷ് പിന്നെ ഒന്നാമത്തെ കേട്ടോ. യുവും വി എഴുതാം. യു എന്ന് പറയുന്നത് സൈൻ എക്സ്, വിയോ വിയും സൈൻ എക്സ്, യു ഡാഷോ സൈൻ ഡെറിവേറ്റീവ് കോസ് എക്സ്, വി ഡാഷോ സൈൻ ഡെറിവേറ്റീവ് കോസ് എക്സ്, മാറ്റൊന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു സൈൻ എക്സ് വി ഡാഷ് കോസ് എക്സ് പ്ലസ് യു ഡാഷ് കോസ് എക്സ് ആണ് വരുന്നത്, into u dash cos x into v sin x. So basically sin x cos x ഇവിടെയുണ്ട്. അടുത്തല്ലോ അവിടെയും sin x cos x ഉണ്ട്. sin x cos x plus sin x cos x, രണ്ട് sin x cos x വരുന്നുണ്ട്. It is nothing but class 2 sin x cos x. Two sin x cos x, it is same as sin 2x. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇതിലേക്ക് വരുമ്പോൾ സൈൻ 2x നമുക്ക് അറിയില്ല ആരാണ്. ബേസിക്കലി അറിയില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ ആലോചിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരുന്നു. ക്ലൂ തരാം. ഈ കാണുന്ന 2x എല്ലാവരും എന്താക്കി മാറ്റണം? എക്സ് പ്ലസ് എക്സ് ആക്കി മാറ്റണം. സോ സൈൻ ഓഫ് എക്സ് പ്ലസ് എക്സ് ആക്കി വേണം മാറ്റാനായിട്ട്. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഫോർമാറ്റാണ്. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ആ കാണുന്ന വൈക്ക് വരെ എക്സ് എഴുതുക. സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് സൈൻ എക്സ് 2 സൈൻ എക്സ് കോസ് എക്സ് അങ്ങനെയൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ എന്താണ് ഓർത്ത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. അതുമല്ലെങ്കിൽ വേറെ മെത്തേഡാണ്, ശ്രദ്ധിച്ചോളൂ. സൈൻ 2x നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോർമുല 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്, രണ്ടാമത്തെ ഫോർമുല. ഇതായി ഇവിടെ നമുക്ക് എന്താണ് ഡെറിവേറ്റീവ് ഉണ്ട്, യു ഉണ്ട്, വി ഉണ്ട്. സോ യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ് ഇതൊക്കെ ഉണ്ട്. അത് വെച്ച് നിങ്ങളതാണ് ഈ കാണുന്ന പ്രോബ്ലം ഒന്നൊക്കെ ട്രൈ ചെയ്യാം. ഇവൻ്റെ സൊല്യൂഷനും അതുപോലെ തന്നെ ഈ കാണുന്ന ചാപ്റ്ററിലെ മറ്റ് കിഡിലൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ അഭിപ്രായവും എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ പറയണം, യെസ് ഈ ചാപ്റ്ററിലെ മറ്റ് കിഡിലൻ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ടല്ലോ, അങ്ങനത്തെ കിഡിലോസ്ക് ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് വരണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും പറയണം. സോ ഗൈസ്, ബൈ. താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് അഫ്നാസ് എക്കെ ഫ്രം Xylem Learning. Thank you all. Thank you.